അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത് ആരോപണം ഉന്നയിച്ച ആളാണ്. പുറത്തുപോയത് സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആളാണ്. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അത് മനസ്സിലായിക്കോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞു, ആ കാളെ അയച്ചുവിടല്ലേ, കാളെ കൊടുക്കല്ലേ, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്. ഒരാവശ്യം വന്നില്ലേ ഇപ്പോൾ കാളയെ കൊണ്ട്? അല്ല, കാള ഇനി ആവശ്യം വരും. കാളയായിട്ട് ഇറങ്ങിയപ്പോൾ ആ കാള ആവശ്യം വരും. കാള എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്നു, ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിൽ മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വന്നപ്പോൾ? അപ്പം അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നതെന്ന് നോക്കട്ടെ, കാണാമല്ലോ നമുക്ക്. നിങ്ങൾക്കതൊന്നും, അത് അങ്ങനത്തെ കേസല്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കണം എന്താണെന്ന് കേട്ടോ. പ്രതിപക്ഷ നേതാവ്, അതാ ഞാൻ പറഞ്ഞത്, ചങ്കിലേക്കാണ് 4 വിരൽ അദ്ദേഹത്തിൻ്റെ. എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോൾ 4 വിരൽ സ്വന്തം ചങ്കിലേക്കാണ്. ഇതിനൊക്കെ ഒന്ന് മറുപടി പറ, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് മറുപടി പറ. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടർ, കളങ്കിത വ്യക്തിത്വം വന്ന് മദ്രാസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി, മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുവിരലനക്കിയ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു. ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. കണ്ണാടിയിൽ നോക്കിയാൽ മതി. നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നത് ആണല്ലോ. ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ, 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക്, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡറായിരുന്നു, 517 കോടി രൂപ. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട് താന്നു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായുള്ളൂ, ഇപ്പം 335 ആംബുലൻസായി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പം 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറവ് എത്രയാണ്? 224 കോടി രൂപ കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ. അപ്പോൾ മനസ്സിലായല്ലോ, അന്ന് ഇതിൻ്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ, ചിലവ് കുറവാണ്.
ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ്. അപ്പോൾ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ടെൻഡറിൻ്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരം എന്നാണ്. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിലെ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്താ അതിന് കണ്ടീഷൻ? 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളതിന് ഫീസ് ഈടാക്കും. അതെന്തിനാ ഫീസ് ഈടാക്കണേ? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട ആളുകളാണ് പൈസ അടച്ച്, അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കുക. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെക്കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയില്ല. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെൻറ് ഒന്നുകൂടി സങ്കീർണമാക്കി. വീണ്ടും അനിശ്ചിതത്വമാണ്, വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലും എൻ്റെ ഭക്തി കൂടി. ശബരിമലയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കേട്ടപ്പോൾ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയുന്നില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു, ഇല്ലേ? വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പം ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പാർലമെൻറ്റ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കണ ആളാണ് പറയാണ്, സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ ഇപ്പോൾ ഏർപ്പാട്. അപ്പോൾ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണിത്. പിന്നെ ഒരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിൻ്റെ ഉപരക്ഷാധികാരിയാണെന്ന് പറഞ്ഞ് കണ്ട് ലിസ്റ്റിൽ. എൻ്റെ അനുവാദമില്ല, ഞാനില്ല, അതിൽ ഞങ്ങളില്ല. അതിൻ്റെ അകത്ത് ഈ തട്ടിപ്പ് ഇവർ നടത്തുമ്പോൾ, ഈ വിശ്വാസവഞ്ചന ഇവർ കാണിക്കുമ്പോൾ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുമെന്ന്. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല, തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലാണ് യഥാർത്ഥത്തിൽ. മുഖ്യമന്ത്രിയും ഞാൻ ഈ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളത് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. കോൺഗ്രസ് ചെയ്തത് എന്താണ്, എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായിരുന്നു, എന്തെല്ലാം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും CPM ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. ചോദിച്ചോ ഞങ്ങൾ നടപടിയെടുത്തു. ഇതാണ് ഞങ്ങൾക്ക് പറയാൻ. അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത്, ആരോപണം ഉന്നയിച്ച ആളാണ് പുറത്തുപോയത്.
സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആളാണ്. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അത് മനസ്സിലായിക്കോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞു, ആ കാളെ അയച്ചുവിടല്ലേ, കാളെ കൊടുക്കല്ലേ, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്, ഒരാവശ്യം വന്നില്ലേ ഇപ്പോൾ കാളയെ കൊണ്ട്? അല്ല, കാള ഇനി ആവശ്യം വരും. കാളയായിട്ട് ഇറങ്ങിയപ്പോൾ ആ കാള ആവശ്യം വരിക. കാള എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്നു, ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP